ഞാൻ വേറെ പറയട്ടെ, എന്തുകൊണ്ടാണ് അദ്ദേഹം എന്താ കൊണ്ടുവന്നത്? ഈന്തപ്പഴം ഖുറാനും മാത്രമല്ല കൊണ്ടുവന്നത്, നയതന്ത്ര ബാഗേജിലൂടെ. അല്ല, അതിന്റെ പേരിലാണ് കൊണ്ടുവന്നത്. ഞാൻ സ്വർണം കൊണ്ടുവന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് കൊണ്ടുവന്നത് ഈന്തപ്പഴമാണ്, കൊണ്ടുവന്നത് ഖുറാനാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം, അതായത് ബിരിയാണി ചെമ്പിലും അല്ലാതെയും വന്ന സ്വർണം, ബാഗായിട്ടും വന്ന സ്വർണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതേപോലെ കൈരളി ചാനലിലും എത്തിയേ എന്ന് പറയുന്ന സംഭവം മൊഴി കൊടുത്തുള്ളത് 164 സ്റ്റേറ്റ്മെന്റ് പകരം സ്വപ്ന സുരേഷാണ്. ഈ ഇടയ്ക്കൊരു 164 അല്ല പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ കൗണ്ടിങ്ങില് ചെറിയ വർധന വന്നു, വോട്ടിങ്ങിൽ പെർസെന്റേജ് കുറഞ്ഞു. ഉടനെ പത്രമാധ്യമങ്ങൾ എന്താ എഴുതിയത്? കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തു. ഇത് എന്തൊരു പ്രാകൃതമാണത്! അങ്ങനെയല്ലല്ലോ വസ്തുത. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാം നിശ്ചയിക്കുന്നത് ജാതിയും മതവുമാണ്. ഈ കേസ് എല്ലാം നിശ്ചയിക്കുന്നത് ജാതി മതമാണെന്നാണ് എല്ലാത്തിനും നിശ്ചയിക്കുന്നത് ജാതി മതമാണ്. ഖുറാൻ അല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അടിസ്ഥാനം തന്നെ മതമാണ്. 33 തവണ ഇതേപോലെ വന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് കേരളത്തിലെ പ്രകാരം കസ്റ്റംസ് തന്നെ പറയുന്നത്.